കേരളം മഴയിൽ മുങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ പരിപാടി വിവാദത്തിൽ. മുഖ്യമന്ത്രിയുടെ സൽക്കാര ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ വലിയ മഴയാണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ നാശനഷ്ടമുണ്ടായി. 100 കണക്കിന് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വന്നു. ആ സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിഭവസമൃദ്ധമായ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന ആക്ഷേപം വ്യാപകമായി ഉയരുകയാണ്. അതുമാത്രവുമല്ല, ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്ന വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, റോമാ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സമാനമാണോ സാഹചര്യം? ഷമ്മി, ഇന്നലെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അദ്ദേഹത്തിന് ഇന്നലെ മലപ്പുറം ജില്ലയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പരിപാടികളൊന്നും തന്നെ ഔദ്യോഗിക പരിപാടികളായിരുന്നില്ല. അതൊക്കെ സ്വകാര്യ ചടങ്ങുകളായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ വീട് സന്ദർശനം പോലെയുള്ള പരിപാടികളിലും അദ്ദേഹം ഇന്നലെ പങ്കെടുത്തിരുന്നു. ആ പരിപാടികൾ കഴിഞ്ഞ് മലപ്പുറം വേങ്ങരയിലെ ഫൈസൽ തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്താൻ പോലും തയ്യാറായിരുന്നില്ല. ഇന്നലെ എനിക്കറിയാം 2 പരിപാടികളിൽ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിരുന്നു. ഒന്ന് കുറ്റിപ്പുറത്തെ ഒരു സ്വകാര്യ കോളേജിന്റെ KMCT മെഡിക്കൽ കോളേജിന്റെ ഒരു പരിപാടിയിലും അതോടൊപ്പം തന്നെ ശിഹാബ് തങ്ങൾ അനുസ്മരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തപ്പോൾ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പുതിയ സാഹചര്യങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പ്രതികരിച്ചില്ല. മാധ്യമങ്ങളെ കാണാതെ മടങ്ങുകയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഈ വിരുന്ന് സൽക്കാരം വലിയ ചർച്ചയാവുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഇന്നലെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയും റവന്യൂ മന്ത്രി ഇന്നലെ രാവിലെയും മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇടപെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇന്നലെയും റവന്യൂ മന്ത്രി വിശദീകരിച്ച കാര്യങ്ങളിലില്ല. ഈ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നത് വലിയ തെറ്റല്ലെങ്കിലും കേരളത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അതിലൊന്ന് ഇടപെടുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി നടത്തുന്ന ഇത്തരം സൽക്കാരങ്ങളെല്ലാം വലിയ വിവാദത്തിലേക്കാണ്, വലിയ ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്.